പ്രിയമുള്ള കായപ്രേമികളെ, തടിചുമട് മത്സരം ആരംഭിക്കുകയാണ്. നമ്മുടെ 1-ാം നമ്പർ രജിസ്റ്റർ ചെയ്തേക്കണ റെജി വെക്കേണ്ടതാണ്. തടി ചുമക്കുമ്പോൾ ആ കൂടെ ചിമ്പേസൂണിന്റെ 2 പേരല്ലാണ്ട് കളത്തിലിറങ്ങരുത്. അതുപോലെ ഈ നിൽക്കുന്ന ആൾക്കാർ ഇച്ചിരി ഒതുങ്ങി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ ഇച്ചിരി ഒതുങ്ങി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു നല്ലൊരു കൈയടി ദിലീപ് നാരായണനാണ് തടി എടുത്തിരിക്കുന്നത്. ഒരു നല്ലൊരു കൈയടി പാസ്സാക്കുക. ഈ കളത്തിൽ 2 പേരല്ലാണ്ട് വേറെ ആരും ഇറങ്ങരുത്. ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് റേച്ചറിനൊക്കെ അടക്കം ഇച്ചിരി ഒന്ന് മാറി കൊടുത്തേ. ഈ ചേട്ടാ ഇച്ചിരി മാറി സൈഡിലേക്ക് മാറി. നിങ്ങൾ ഇച്ചിരി ഒതുങ്ങി. ഒരു കൈഡി വരട്ടെ. നമ്മുടെ തടിയമ്മയുടെ ദിലീപ് നാരങ്ങാണ്ടിന് ഒരു കൈഡി വരട്ടെ. ഹലോ ക്യാമറമാൻ, ഇച്ചിരി ഒതുങ്ങി ഈ സൈഡിൽ നിന്ന് റേച്ചേട്ടാ ഇച്ചിരി മാറില്ല. ഈ സൈഡിൽ നിന്ന് എടാ പ്രതിഭ ഒന്ന് ഒതുങ്ങി കൊടുത്താ. ചേട്ടൻ ഈ സൈഡിൽ നിന്ന് എടുത്തോ. ഈ സൈഡിൽ നിന്ന് തടിയോട് മത്സരത്തിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ 100 രൂപ കൊടുത്ത് കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ ദിലീപിനെ നല്ല കൈ കൊടുത്തേ. കാണികൾ ചിരിക്കുകയല്ല വേണ്ടത്. ഇത്ര നല്ലൊരു മത്സരം നടന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇത്ര ആൾക്കാരുള്ള കൈയടിക്കാൻ ഒന്ന് കൈയടിക്കാൻ. നമ്മുടെ അതിഥി തൊഴിലാളികൾ വന്ന ഇതിലും നന്നായിട്ട് കൈയടിക്കില്ല സുഹൃത്തുക്കളെ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അവനെ പ്രോത്സാഹിപ്പിക്കുക. അവരെന്നാലല്ലേ 4 ചോറ് മുന്നോട്ട് വെക്കുള്ളൂ. ആ ഞാവലിന്റെ ചോദ്യം ഇങ്ങനെ കരടിക്ക് വേണേലും കൈയടിക്കാട്ടോ. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ചിമ്പേസിന്റെ ആള് തന്നെയാണ്. അതുകൊണ്ട് ആ ചുവട്ടിൽ നിൽക്കുന്ന കരടിച്ചേട്ടന് വേണേലും ഒന്ന് കൈയടിക്കാം. തടിയോട് മത്സരത്തിലാവാനാ ദിലീപ് നാരങ്ങാനം വിട്ടു കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ 4ാമത്തെ റൗണ്ടിൽ അവൻ വെച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ റൗണ്ടും എണ്ണി തിട്ടപ്പെടുത്തണം. ദിലീപ് നാരങ്ങാനം വിട്ടുകൊടുക്കില്ല. അവൻ 4ാമത്തെ റൗണ്ട് ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. പ്രിയമുള്ള ടിംബേഴ്സ് യൂണിയൻ വർക്കേഴ്സ് എല്ലാവരും ശ്രദ്ധിക്കണം. ഒന്ന് കൈയടിക്കുക. കാണികളൊന്ന് കൈയടിക്കുക. എടാവേ, നമ്മുടെ ഒരു നാട്ടിൽ നടക്കുന്ന പരിപാടിയല്ലേ. നമുക്ക് കാശ് മുടക്കില്ല. ഒരു കൈയടി. നമ്മുടെ സ്നേഹിതന് വേണ്ടി ഒരു കൈയടി. ഒരു പൈസ മുടക്കില്ലാത്തൊരു സാധനമാണല്ലോ. ഒരു 2 കൈയടിക്ക് പ്രോത്സാഹിപ്പിക്കുക സുഹൃത്തുക്കളെ. വണ്ണപ്പുറം ടിംബേഴ്സ് യൂണിയന്റെ 3ാമത് ഓണാഘോഷ പരിപാടിയിൽ തടിചുമട് മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പരിപാടിയിൽ ദിലീപ് നാരങ്ങാനാണ് പങ്കെടുത്തിരിക്കുന്നത്. വിടില്ല. ദിലീപ് 5ാം റൗണ്ടും ഇല്ല മോനെ ഇല്ല. വരുന്നു വണ്ണപ്പുറത്ത് നാരങ്ങാനത്തിന്റെ മൊത്ത വണ്ണപ്പുറത്ത് ഇതാ പിച്ച വെച്ച് അവൻ ഈ തടി ചുമട് മത്സരത്തിൽ. ഹലോ സംഘാടക സമിതി ഇവിടെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് ശ്രദ്ധിക്കേണ്ടോ. ഒരുപാട് ആളുകൾ അകത്തേക്ക് കയറുന്നുണ്ട്. അകത്തേക്ക് കയറുന്ന വളരെ ശ്രദ്ധിക്കുക. ഇവിടെ പ്രോത്സാഹനം. അങ്ങനെ 7ാമത്തെ റൗണ്ട് ദിലീപ് ഇപ്പൊ 8ാമത്തെ റൗണ്ടിലേക്ക് വരികയാണ്. 8ാമത്തെ റൗണ്ട് ഇവിടെ വന്ന് ഫിനിഷ് ചെയ്താൽ ഇത് 8ാമത്തെ ആവും. ആ ദിലീപിനെല്ലാവരും കൂടി ഒരു കയ്യടി കൊടുത്തേ. ആ 8ആയി. ദിലീപ് 8ആയി. അപ്പൊ അവന്റെ ജയം അവന്റെ കൂടെ സ്വന്തം കണ്ടോ. ഇല്ല മോനെ ഇല്ല. നാരങ്ങാനത്തിന്റെ ദിലീപ് വണ്ണപ്പുറത്തിന്റെ വിരുമാറിൽ 8ാമത്തെ റൗണ്ട് വെക്കുമ്പോഴും ഇല്ല. ഇത് 9ാമത്തെ റൗണ്ടിലേക്ക് അവൻ പിച്ച വെക്കുകയാണ്. നമ്മുടെ സംഘാടകരൊന്ന് ശ്രദ്ധിക്കണം.
അതുപോലെ ഈ കാണികളൊന്ന് മാറി എന്ന് ഓർക്കുക. ഈ കാണികൾ ഇച്ചിരി ഒതുങ്ങിയിരിക്കുക, ഇച്ചിരി ഒതുങ്ങി എന്ന് കാണുക. ഇല്ല 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 മോനെ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടയന്മാരൊന്നും ഒരു പുലിയുമല്ല. ജോർജ് സാറ് കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ജോർജ് സാറ് കളത്തിൽ ഇറങ്ങി നാരങ്ങാനത്തിന്റെ വണ്ടിയിൽ നിന്ന് ഫസ്റ്റ് രജിസ്റ്റർ ചെയ്ത കണ്ടം റജി പോലും തോറ്റ് കണ്ടം വഴി പോയ ജോർജ് സാർ ഇവിടെ കളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകുമെന്നാണ് നാരങ്ങാനം ദിലീപ് പറഞ്ഞത്. ഇല്ല മോനെ, ദിലീപിനെ പിടിക്കില്ലേ വരും ഒരു റൗണ്ട്. അയ്യോടാ മോനെ, അവനിട്ടു. ജോർജ് സാറ് തോറ്റെന്ന് വെച്ച് ഈ സംഘാടക സമിതി എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ അകത്ത് കയറാൻ പറഞ്ഞ ആ രണ്ടുപേര് മാത്രമേ അകത്ത് കയറുള്ളൂ. പ്രിയമുള്ള കായിക പ്രേമികളെ, നമ്മൾ നടത്തുന്ന പരിപാടിയിൽ നിങ്ങൾ ഉജ്ജ്വലമായി സഹകരിക്കുക.